ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മളൊരു ഉച്ചയൂണ് തയ്യാറെടുപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ബീറ്റ്റൂട്ട് എന്താ പറയുക, ചെരുകി വെക്കാമെന്നോ രാവി വെക്കാമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. അങ്ങനെയാണോ പറയുക എനിക്കറിയില്ല. ഞാൻ എൻ്റെ രീതിയിലാണ് പറഞ്ഞത്. അതിനു മുമ്പ് എൻ്റെ കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വറവിട്ടു. പിന്നെ ഉപ്പേരിക്ക് വറവിടാൻ വേണ്ടിയിട്ട് ചീഞ്ചട്ടി അവിടെ വെച്ച് കുറച്ച് കടുകിട്ടു. ആ കടുകിട്ടതിൻ്റെ പുറത്ത് ഞാൻ ബീറ്റ്റൂട്ടും തേങ്ങയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും കുറച്ച് തേങ്ങയും കൂടി ബാക്കി ചെരുകാനുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ചെരുകിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ, പിന്നെ ആ നേരത്തെ പൊതിക്കാനും പുളിക്കാനൊന്നും പോകണ്ട. അങ്ങനെ ബീറ്റ്റൂട്ടിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അതവിടെ പാകമാവാൻ വേണ്ടി വെച്ച് കൊടുത്തു. ബാക്കി എനിക്ക് കുറച്ച് തേങ്ങ ചമ്മന്തിയും കൂടി പൊടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചമ്മന്തി ഉൾപ്പെടുത്തിയിട്ടാണ് പൊതിച്ചോറിലേക്ക്. അപ്പോൾ അതിൽ ഒരു കുഞ്ഞുള്ളിയും കുറച്ച് ഉപ്പും പുളിയും ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഉണക്കമുളക് വരെ എൻ്റെ അടുത്ത് ഉള്ളത് ചില്ലി ഫ്ലേക്സാണ്. അപ്പം ഞാൻ വലിയ മുളക് മേടിച്ച് വയ്ക്കാറില്ല, അധികം കേടായി പോകും. അങ്ങനെ ഉപ്പേരി ആയ അതേ ചട്ടി തന്നെയാണ്. ഞാൻ എല്ലാത്തിനും ഒരു കുഞ്ഞി ചട്ടിയാണ് എടുക്കുക. ഞങ്ങൾ 2 പേരെ കഴിക്കാനുള്ളൂ. അധിക ദിവസവും ഉണ്ടാവാം, ഒന്നെങ്കിൽ അമ്മ ഉണ്ടാവും അല്ലെങ്കിൽ ഏട്ടൻ ഉണ്ടാവും, അങ്ങനെയാണ് ഉണ്ടാവുക. അങ്ങനെ ഞങ്ങൾ ചമ്മന്തിയൊക്കെ റെഡിയാക്കി. പിന്നെ ഒരു ഓംലെറ്റും കൂടി അതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ മുട്ട പൊരിക്കാൻ വേണ്ടി പച്ചമുളക് ഉള്ളി അരിഞ്ഞ് മുട്ടയിലിട്ടു. അത് ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തു. എൻ്റെ വെള്ളയപ്പ ചട്ടിയാണ്, പഴയതാണ്. അത് ഇതിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെ ഓംലെറ്റും ആയി. പിന്നെ ഞാൻ ചോറ് വാർത്ത് വെച്ചിട്ട് ഇല മുറിക്കാൻ പോയി. ഇല വേണ്ട ഈ പൊതിച്ചോറ് കെട്ടണമെങ്കിൽ. അങ്ങനെ ഇല മുറിച്ച് അത് സാധാ അടുപ്പത്ത് എന്ന് പറയുന്നത് നമുക്ക് ഗ്യാസ് അടുപ്പല്ലേ, ഗ്യാസമ്മ വെച്ച് ഞാൻ അതൊക്കെ വാട്ടി 2 ഇലയും വാട്ടി ഇല വെച്ചു. ചോറ് അതിലേക്ക് ഇട്ട് കൊടുത്തു. കാണുമ്പോൾ കുറേ ചോറുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ കുറച്ച് ചോറ് ഇട്ടിട്ടുള്ളേ. അതിലേക്ക് ഒരു ഓംലെറ്റിൻ്റെ പീസ് ഞങ്ങൾ 2 കൂടി പകുതിയാക്കിയതാണ്, ഞാനും അമ്മയ്ക്കും എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിൽ ചമ്മന്തി ഇട്ട് കൊടുത്തു. പിന്നെ പരിപ്പ് കറി ഇളവനും തക്കാളിയൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് വെച്ച കറിയാണ്. അത് ആദ്യം ആയി കഴിഞ്ഞു പോയി, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എല്ലാവരും ചെയ്യുന്ന ഒരു കറി തന്നെ ഞാനും ഉണ്ടാക്കി. ചെറിയൊരു പൊതിച്ചോറ്, നാടൻ പൊതിച്ചോറ് എന്ന് പറയാം. പിന്നെ എന്നാക്കിയത്, ഞാൻ കുറച്ച് ബീറ്റ്റൂട്ട് എടുത്തിട്ട് എല്ലാം ബീറ്റ്റൂട്ടിൽ നിന്നായിക്കോട്ടെ എന്ന് വെച്ച് അത് വിനാഗിരി ഉപ്പും പച്ചമുളക് ഇട്ടിട്ടൊരു അച്ചാർ പോലെ അങ്ങനെ ഒരു പൊതി കെട്ടിക്കഴിഞ്ഞു. എൻ്റെ സ്റ്റൈലിലാണ് ഈ കെട്ടിയത്, എനിക്കറിയില്ല എങ്ങനെയാണ് കെട്ടേണ്ടതെന്നൊന്നും. അങ്ങനെ 2 പൊതിച്ചോറും റെഡിയായി. ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ അമ്മേനെ വിളിച്ച് ചോറെടുത്ത് കൊടുത്തു. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. കറി ഞാൻ അതിൽ കുറച്ചേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനും എൻ്റെ ഇല പൊതി തുറന്ന് നല്ല മണമൊക്കെ ഉണ്ടായിരുന്നേ. ഞാൻ എൻ്റെ കറീനെ കുറിച്ച് പൊക്കി പറയല്ല. പിന്നെ ഇന്നലത്തെ സ്രാവ് കറി എന്നത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പീസൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിലിടാതിരുന്നത്. അങ്ങനെ ഞാനും കഴിച്ച്. എനിക്ക് ഇലയിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ എന്ത് ചെറിയ കുറച്ച് കറികളായാലും എനിക്കത് കൂട്ടി കഴിക്കാൻ, ഇലയിൽ നിന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.